ഇപ്പോൾ CPM PB അംഗം MA ബേബി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ MA ബേബി, കേരളത്തിന് പിന്നാലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇപ്പോൾ കർണാടക കൂടി രാജ്യതലത്തിൽ തന്നെ ഒരു സമരത്തിനൊരുങ്ങുന്നു. എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? കർണാടകത്തോടുള്ള അവഗണനയ്ക്കെതിരായിട്ട് ഒരു പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നതും ആ പ്രക്ഷോഭം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. ഫെബ്രുവരി 8-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരള ക്യാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളും അതുപോലെ തന്നെ MLA-മാരും MP-മാരും ഡൽഹിയിൽ കേരളത്തിന്റെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിന് പോവുകയാണ്. ഇത് ഒരു 2 ആഴ്ച മുമ്പ് തന്നെ തീരുമാനിക്കുകയും രാഷ്ട്രീയമായിട്ടും ഇത് എങ്ങനെയാണ് രാഷ്ട്രത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലുള്ള രാഷ്ട്രീയം, അത് എങ്ങനെ വേണം ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ആലോചനയുടെ ഭാഗമായി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നയിക്കുന്ന NDA ഇതിന് രണ്ടിനും പുറത്തുള്ള എല്ലാ മുഖ്യമന്ത്രിമാരെയും ഈ ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ കേരളത്തിന്റെ മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോയി നടത്തുന്ന കേരളത്തിന്റെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതീകാത്മകമായ പ്രക്ഷോഭം, അവിടേക്ക് BJP NDA ഇതര മുഖ്യമന്ത്രിമാരെ എല്ലാം ക്ഷണിക്കാനും BJP NDA ഇതര മുൻ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാനും തീരുമാനിച്ചിട്ട് നീങ്ങുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ആ സമരത്തിൽ നടക്കുന്നതിന് ഒരു ദിവസം മുമ്പേ കർണാടകയിലെ ശ്രീ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് അംഗങ്ങളും എല്ലാം ചെല്ലുന്നുണ്ടെന്നാണ് എനിക്ക് ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഡൽഹിയിൽ നിന്ന് എന്റെ സുഹൃത്തായിട്ടുള്ള ഒരു പാർലമെന്റ് അംഗം വിളിച്ചറിയിക്കുകയുണ്ടായി. അപ്പൊ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു നിർദ്ദേശം, ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരവേദിയിലേക്ക് ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്താനും സ്വന്തം നിലപാട് വിശദീകരിക്കാനും ശ്രീ സിദ്ധരാമയ്യ ഉൾപ്പെടെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഖർഗെ ക്ഷണിച്ചിട്ടുണ്ട്. AICCയുടെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ ക്ഷണിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പം ഇവരെല്ലാം ശ്രീ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ മുൻ മുഖ്യമന്ത്രി ശരത് പവാറിനെ ക്ഷണിച്ചിട്ടുണ്ട്, ഡൽഹിയിലെ കേജ്രിവാളിനെ ക്ഷണിച്ചിട്ടുണ്ട്. അവരിലാരെല്ലാം വരും? തമിഴ്നാട് സ്റ്റാലിനെ ക്ഷണിച്ചിട്ടുണ്ട്. അവരിൽ കഴിയുന്നവരെല്ലാം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ സിദ്ധരാമയ്യ ഒരു ദിവസം കൂടെ അവിടെ താമസിച്ചാൽ, 7-ാം തീയതി ഡൽഹിയിലേക്ക് വരുന്നുണ്ട്, ഒരു ദിവസം കൂടെ അവിടെ താമസിച്ചാൽ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ കഴിയും. എന്റെ അഭിപ്രായം, ശ്രീ സിദ്ധരാമയ്യയും കോൺഗ്രസും ഏത് തരത്തിൽ സമരം ചെയ്യാൻ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. പക്ഷെ CPIM-ന്റെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തതുപോലുള്ളൊരു സമീപനം BJP NDA ഇതര മുഖ്യമന്ത്രിമാരെയും മുൻ മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കുക എന്നുള്ളൊരു സമീപനം കോൺഗ്രസും ശ്രീ സിദ്ധരാമയ്യയും കർണാടക മുഖ്യമന്ത്രിയും സ്വീകരിക്കുമെന്ന് കൂടെ അവർ ആലോചിക്കുന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവർ ഇന്നത് ചെയ്യണമെന്ന് എനിക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ല. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇത് കേരള സംസ്ഥാനത്തിന്റെയോ കർണാടക സംസ്ഥാനത്തിന്റെയോ മാത്രം പ്രശ്നമല്ല. BJP-യുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ്, മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വളരെ അമിതാധികാരപരവും സ്വേച്ഛാധിപത്യപരവുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ന്യായമായ അവകാശങ്ങൾക്ക് നേരെ ഹീനമായ കയ്യേറ്റമാണ് അവർ നടത്തുന്നത്. സന്ദർഭത്തിലും സങ്കുചിതമായ രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് CPM പെരുമാറിയാലും, കോൺഗ്രസ് പെരുമാറിയാലും, ആം ആദ്മി പാർട്ടി പെരുമാറിയാലും, മമതാ ബാനർജി പെരുമാറിയാലും, DMK പെരുമാറിയാലും ചരിത്രം നമ്മളെ കുറ്റക്കാരെന്ന് വിധിക്കും. അത് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയവർ ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഭരണഘടനയിൽ ഇന്ത്യയെ നിർവചിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഒരു അഖിലേന്ത്യാ ഭരണ സംവിധാനമാണ്. ആ സംസ്ഥാനങ്ങളെ മുഴുവൻ തുടച്ചു മാറ്റിക്കളയാൻ RSSഉം നരേന്ദ്രമോദിയും ചേർന്ന് ശ്രമിക്കുമ്പോൾ അതിന് കാണാൻ ഇന്ത്യ
സഭയിൽ പ്രധാന പങ്ക് വഹിച്ച പാർട്ടിയുള്ള ആ പാർട്ടിയുടെ നേതൃത്വം ഈ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഞാൻ പങ്കുവയ്ക്കുകയാണ്. ആശങ്ക അസ്ഥാനത്താണെന്ന് ശ്രീ വിശ്വനാഥ് പറഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുന്ന ആള് ഞാനായിരിക്കും. പക്ഷേ ദൗർഭാഗ്യവശാൽ വിശാലമായ രാജ്യത്തിന്റെ ഭാവിയും ജനാധിപത്യത്തിന്റെ ഭാവിയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ സുസ്ഥിരതയും നമ്മൾ മറന്നുപോകാൻ പാടില്ല. ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളുമാണ്. അതാണ് ഈ രാജ്യത്തിന് ആവശ്യം. ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ആവശ്യം അതാണ്. പണ്ട് ജ്യോതിബാസു മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, മിത്ര ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ, ഫറൂഖ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശ്രീനഗർ മുതൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് വലിയ ചർച്ചകൾ സംഘടിപ്പിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം രാജ്യത്തിന്റെ വിശാലത താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഓർക്കണം. ചരിത്രം നമ്മളെ ഏൽപ്പിച്ച കടമകൾ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് മറന്നിട്ട് വളരെ നിലവാരം കുറഞ്ഞ കക്ഷി രാഷ്ട്രീയ വഴക്കുകളിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകുന്നത് നമുക്ക് തൽക്കാലം ചിലപ്പം നമ്മൾ കേമന്മാരാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ സഹായിച്ചേക്കും. പക്ഷെ രാജ്യത്തിന്റെ ഭാവിക്കും ജനാധിപത്യത്തിന്റെ ഭാവിക്കും അത് നല്ലതല്ല. ശരി, നന്ദി. എം എ ബേബിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ